ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ വികസന കുതിപ്പിന് കരുത്ത് പകർന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കമ്മീഷൻ ചെയ്യും. കനത്ത സുരക്ഷയിൽ തിരുവനന്തപുരം. നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണം. സർഗാത്മക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകി വേവ്സ് 2025 ഉച്ചകോടിക്ക് മുംബൈയിൽ തുടക്കമായി. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്ന പൊതുതാൽപര്യ ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി. വോട്ടർ പട്ടികയുടെ കൃത്യത മെച്ചപ്പെടുത്തുന്നതിന് നൂതന പരിഷ്കാരങ്ങളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കമ്മീഷൻ ചെയ്യും. രാവിലെ 11 നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുക്കും. ഇന്ന് രാത്രി 7:50 തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി രാജ്ഭവനിൽ തങ്ങിയ ശേഷമായിരിക്കും നാളെ ചടങ്ങിനെത്തുക. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് വിഴിഞ്ഞത്ത് ഒരുക്കിയിരിക്കുന്നത്. 4200ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചു. കടൽ കേന്ദ്രീകരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് പുറമെ വ്യോമസേനാ വിമാനങ്ങളും സുരക്ഷയ്ക്കായി വിന്യസിക്കും. നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി 10 മണിവരെയും നാളെ രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയുമാണ് നിയന്ത്രണം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ ട്രയൽ റൺ ആരംഭിച്ച് 10 മാസങ്ങൾക്കിടെ 285 കപ്പലുകളാണ് വിഴിഞ്ഞത്തെത്തിയത്. രാജ്യത്തെ തന്നെ ഒന്നാമത്തെ തുറമുഖമായി മാറാനുള്ള കുതിപ്പിലാണ് വിഴിഞ്ഞം. ഒരു റിപ്പോർട്ട്. 2028 വിഴിഞ്ഞം തുറമുഖത്തിന്റെ തുടർന്നുള്ള ഘട്ടങ്ങളും പൂർത്തിയാകും. 2ഉം 3ഉം ഘട്ട വികസനത്തിന്റെ ഭാഗമായി കണ്ടെയ്നർ ടെർമിനൽ 1200 മീറ്ററായി വിപുലീകരിക്കും. ബ്രേക്ക് വാട്ടറിന്റെ നീളവും 900 മീറ്റർ കൂടി വർദ്ധിപ്പിക്കും. കണ്ടെയ്നർ സംഭരണ യാർഡിന്റെയും മൾട്ടിപർപ്പസ് ബർത്തുകളുടെയും വികസനവും ഈ ഘട്ടത്തിൽ നടക്കും. ഇവയ്ക്ക് ആവശ്യമുള്ള 77 ഹെക്ടർ ഭൂമി ഡ്രിഡ്ജിംഗിലൂടെ കടൽ നികത്തിയായിരിക്കും കണ്ടെത്തുക. 2034 മുതൽ വിഴിഞ്ഞം തുറമുഖത്തു നിന്നും വരുമാനം ലഭിച്ചു തുടങ്ങും. പ്രതിവർഷം 10,000 കോടി രൂപയാണ് വരുമാനം പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിംഗ് പരിപാടിയിൽ നാളെ പങ്കെടുക്കുന്നവർ തിരിച്ചറിയൽ രേഖകൾ നിർബന്ധമായും കൈവശം കരുതണമെന്ന നിർദ്ദേശം. ക്ഷണമുള്ളവർ 9 മണിക്ക് മുൻപ് തന്നെ അനുവദിക്കുന്ന സ്ഥലത്ത് ഹാജരാകണം. SPG ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിംഗ് നടക്കാനിരിക്കെ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 2019 പൂർത്തിയാകേണ്ടിയിരുന്ന വിഴിഞ്ഞം പദ്ധതി 6 വർഷം വൈകിയാണ് സാക്ഷാത്കരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും UDF സർക്കാരിന്റെയും ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് വിഴിഞ്ഞം തുറമുഖമെന്നും VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിപക്ഷത്തെ പ്രതിനിധാനം ചെയ്ത് സംസാരിക്കാനുള്ള അവസരമില്ലാത്തതിനാൽ തുറമുഖം കമ്മീഷനിംഗ് ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. ലോക ദൃശ്യശ്രവ്യ വിനോദ ഉച്ചകോടി വേവ്സ് 2025 മുംബൈയിൽ തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചു. സർഗാത്മക മേഖലയിലെ ആഗോള ശ്രദ്ധാകേന്ദ്രമായി മാറുന്നതിനുള്ള ഇന്ത്യയുടെ ഉറച്ച ചുവടുവയ്പ്പാണ് വേവ്സ് ഉച്ചകോടി. സംസ്കാരത്തിന്റെയും സർഗാത്മകതയുടെയും ആഗോള തരംഗം സൃഷ്ടിക്കുകയാണ് വേവ്സ് ഉച്ചകോടിയുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. ചലച്ചിത്ര നിർമ്മാണം, ഡിജിറ്റൽ കണ്ടന്റ്, ഗെയിമിംഗ്, ഫാഷൻ, സംഗീതം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ ശക്തമായ മുന്നേറ്റമാണ് നടത്തുന്നത്. ആഗോള അനിമേഷൻ വിപണിയുടെ വിശാല സാധ്യതകൾ വരും ദശാബ്ദത്തിൽ ഇരട്ടിയാകുമെന്നും ശ്രീ മോദി പറഞ്ഞു. ക്രിയേറ്റീവ് സമ്പദ് വ്യവസ്ഥ രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിൽ നൽകുന്ന സംഭാവനകളും ഗണ്യമായി വർദ്ധിക്കും. സാങ്കേതിക വിദ്യ മനുഷ്യജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഈ കാലഘട്ടത്തിൽ സംവേദനക്ഷമതയും സാംസ്കാരിക മൂല്യങ്ങളും സംരക്ഷിക്കാൻ അധിക ശ്രമങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ये सिर्फ एक्रोनिम नहीं है, ये वाकई एक वेव है. कल्चर की, क्रिएटिविटी की, यूनिवर्सल कनेक्ट की वेव एक ऐसा ग्लोबल प्लेटफॉर्म है जहां हर कलाकार, हर युवा एक नए आइडिया के साथ क्रिएटिव वर्ल्ड के साथ जुड़ेगा. 4 ദിവസം നീളുന്ന വേവ്സ് ഉച്ചകോടിയിൽ 100ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും നൂതനാശയ സൃഷ്ടാക്കളും പങ്കെടുക്കുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്ന പൊതുതാൽപര്യ ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി. നിർണായക വേളകളിൽ സായുധ സേനയുടെ മനോവീര്യം തകർക്കാൻ ഇത്തരം നടപടികൾ കാരണമാവുമെന്നും കോടതി പറഞ്ഞു. വിഷയത്തിന്റെ ഗൌരവം പരിഗണിച്ച് ഹർജി പിൻവലിക്കാൻ പരാതിക്കാരോട് കോടതി ആവശ്യപ്പെടുകയായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. വോട്ടർ പട്ടികയുടെ കൃത്യത മെച്ചപ്പെടുത്തുന്നതിനും വോട്ടിംഗ് പ്രക്രിയ സുഗമമാക്കുന്നതിനും പുതിയ പരിഷ്കാരങ്ങളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മരണ രജിസ്ട്രേഷൻ വിവരങ്ങൾ വോട്ടർ പട്ടിക പുതുക്കലിനായി ഇലക്ട്രോണിക് രീതിയിൽ ലഭ്യമാക്കും. ഇതിലൂടെ ഔദ്യോഗിക അപേക്ഷ ലഭിക്കാതെ തന്നെ മരണവിവരങ്ങൾ വീടുകളിലെത്തി സ്ഥിരീകരിക്കാൻ BLOമാർക്ക് സാധിക്കും. വോട്ടർ ഇൻഫർമേഷൻ സ്ലിപ്പുകൾ കൂടുതൽ വോട്ടർ സൌഹൃദമാക്കുന്നതിന് വോട്ടറുടെ സീരിയൽ നമ്പരും പാർട്ട് നമ്പരും കൂടുതൽ വലിപ്പത്തിലാക്കും. പോളിംഗ് സ്റ്റേഷനും വോട്ടർ പട്ടികയിലെ പേരും വേഗത്തിൽ കണ്ടെത്താൻ ഇത് സഹായിക്കും. എല്ലാ BLOമാർക്കും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡുകൾ നൽകാനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന കന്നുകാലികളിലെ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി 6ാം ഘട്ടത്തിന് നാളെ തുടക്കം. കോഴിക്കോട് ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചുറാണി സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. 4 മാസത്തിന് മുകളിൽ പ്രായമുള്ള പശു എരുമ വർഗ്ഗത്തിൽപ്പെട്ട മുഴുവൻ ഉരുക്കളെയും മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ടീമുകൾ കർഷകരുടെ വീട്ടുപടിക്കലെത്തി കുത്തിവയ്പ്പിന് വിധേയമാക്കും. തികച്ചും സൌജന്യമാണ് കുത്തിവയ്പ്. ഇന്ന് മെയ് ദിനം. 8 മണിക്കൂർ ജോലി സമയമെന്ന അവകാശം നേടിയെടുക്കാൻ തൊഴിലാളികൾ നടത്തിയ പോരാട്ടങ്ങളുടെ സ്മരണ പുതുക്കലായാണ് ലോകം മെയ് 1 സാർവദേശീയ തൊഴിലാളി ദിനമായി ആഘോഷിക്കുന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും തൊഴിലിന്റെ മഹത്വത്തെ ബഹുമാനിക്കാനും മെയ് ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തൊഴിലാളി വർഗത്തിന്റെ വിമോചന മുദ്രാവാക്യമാണ് ഓരോ മെയ് ദിനവും മുഴക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 43 ദിവസമായി നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. രാപ്പകൽ സമരയാത്ര എന്ന പുതിയ സമരഘട്ടത്തിന് തുടക്കം കുറിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ന്യൂഡൽഹിയിലെ മിലിറ്ററി നഴ്സിംഗ് സർവീസ് അഡീഷണൽ ഡയറക്ടർ ജനറലായി മേജർ ജനറൽ ലിസമ്മ PV ചുമതലയേറ്റു. നിലവിൽ ഡൽഹിയിലെ ആർമി ഹോസ്പിറ്റലിൽ പ്രിൻസിപ്പൽ മേട്രന്റെ ചുമതല വഹിക്കുകയായിരുന്നു. കൊല്ലം സ്വദേശിനിയാണ്. 6ാമത് സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന് നാളെ കണ്ണൂരിൽ തുടക്കം. കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകരുടെയും പങ്കാളിത്തത്തോടെ കണ്ണൂർ പ്രസ് ക്ലബ്ബാണ് മത്സരം നടത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന വോളിബോൾ മത്സരം നാളെ വൈകിട്ട് മന്ത്രി V അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും. മാധ്യമപ്രവർത്തകരുടെ മത്സരങ്ങൾക്ക് പുറമെ ഉദ്ഘാടന ദിവസമായ നാളെ ജില്ലയിലെ വിവിധ യുവജന സംഘടനാ നേതാക്കൾ പങ്കെടുക്കുന്ന വോളിബോൾ മത്സരവും ഉണ്ടാകും. 3-ാം തീയതി മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CK വിനീത് ഉൾപ്പെടുന്ന സെലിബ്രിറ്റി ടീം സിറ്റി പോലീസ് കമ്മീഷണർ P നിതിൻ രാജ് നയിക്കുന്ന പോലീസ് ഓഫീസേഴ്സ് ടീമും തമ്മിൽ മത്സരിക്കും. 4-ാം തീയതി വനിതകളുടെ വോളിബോൾ പ്രദർശന മത്സരവും ഉണ്ടാവും. കേരളത്തിനെയും തമിഴ്നാടിനെയും വേഗത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന തേവാരം മെട്ട് റോഡിനായി ഇരു സംസ്ഥാനത്തെയും ജനപ്രതിനിധികൾ അതിർത്തിയിലൊന്നിച്ചു. തേവാരത്ത് നിന്നും തേനി MP തങ്ക തമിഴ് സെൽവത്തിന്റെ നേതൃത്വത്തിൽ തേവാരം മെട്ടിലേക്ക് കാൽനടയായി എത്തിയ കർഷകരെ ഡീൻ കുര്യാക്കോസ് MPയും MM മണി MLAയും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് 100 കണക്കിന് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ പ്രത്യേക യോഗവും ചേർന്നു. വെള്ളായണി ജലശുദ്ധീകരണശാലയിൽ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്ന ജോലികളുമായി ബന്ധപ്പെട്ട് മറ്റന്നാൾ രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെ പമ്പിംഗ് തടസ്സപ്പെടുന്നതിനാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിവിധ വാർഡുകളിൽ ജലവിതരണം മുടങ്ങും. ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. തിരുവല്ലം, വെള്ളാർ, പൊഞ്ചുക്കരി, പൊങ്കുളം, ഹാർബർ, വിഴിഞ്ഞം, കോട്ടപ്പുറം വാർഡുകളിലും കല്ലിയൂർ, വെങ്ങാനൂർ, പള്ളിച്ചൽ പഞ്ചായത്തുകളിലും സമീപ പ്രദേശങ്ങളിലുമാണ് ജലവിതരണം തടസ്സപ്പെടുക. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് മത്സരം. സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. പവന് 1640 രൂപ കുറഞ്ഞ് 70,200 രൂപയും ഗ്രാമിന് 205 രൂപ കുറഞ്ഞ് 8,775 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം പാലക്കാട് ജില്ലയിൽ ഇന്നും നാളെയും താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. കടുത്ത ചൂടിന് സാധ്യതയുള്ള 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ വികസന കുതിപ്പിന് കരുത്ത് പകർന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കമ്മീഷൻ ചെയ്യും. കനത്ത സുരക്ഷയിൽ തിരുവനന്തപുരം. നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണം. സർഗാത്മക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകി വേവ്സ് 2025 ഉച്ചകോടിക്ക് മുംബൈയിൽ തുടക്കമായി. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്ന പൊതുതാൽപര്യ ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി. വോട്ടർ പട്ടികയുടെ കൃത്യത മെച്ചപ്പെടുത്തുന്നതിന് നൂതന പരിഷ്കാരങ്ങളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.